ഹരി ഓം. എല്ലാവർക്കും സന്ധ്യാവന്ദനം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. SPYSS NYC ഓൺലൈനായി നടത്തിവരുന്ന രാമായണ പാരായണ ദിനം ഇന്ന് 13ാം ദിവസത്തിലെത്തിയിരിക്കുകയാണ്. ഭക്തി നിർഭരമായ ഈ സായം സന്ധ്യയിലേക്ക് എല്ലാ യോഗബന്ധുക്കളെയും വിനയപൂർവ്വം സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഇവിടെ പാരായണം ചെയ്യാൻ എത്തിയിരിക്കുന്നവർ വത്സല അക്ക, ശശികുമാരി അക്ക, അജിത് കുമാർ അണ്ണൻ, ശ്രീമാരാജ് അക്ക, ജയലക്ഷ്മി അക്ക, പിന്നെ ഇതിന്റെ പിന്നണിയിൽ രമാദേവി അക്ക, ഗിരിജ ആറക്ക, പിന്നെ സാരാംശം പറയുന്നത് ബിനി അരവിന്ദക്കയാണ്. ഇത് ഇന്ന് വായിക്കുന്ന ഭാഗം, അതായത് രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ ജഡായുഗതി മുതൽ കിഷ്കിന്ധാകാണ്ഡത്തിലെ സുഗ്രീവ സഖ്യം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. ആദ്യമായി ഞാൻ വത്സലാക്കയെ പാരായണം ചെയ്യുന്നതിന് ക്ഷണിക്കുന്നു. ഹരിയോ ഹരിയോമുക്ക. ഹരി ശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ കൃതിരമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ. നാരായണ നമോ. നാരായണായ നമോ. നാരായണ. ജഡായു ഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരഴിഞ്ഞുഴഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയോ മടുത്തു കാണായിതു മധ്യേ മാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ ഭിന്നമായൊരു രഥം കാണടോ കുമാര നീ. തന്നെങ്കി തന്നെ ഒരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരം അഴിഞ്ഞ തേർക്കോപ്പിത കിടക്കുന്നു എന്നു വന്നിടാം അവർ കൊന്നാരോ ഭക്ഷിച്ചാരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനനി കിടക്കുന്നതത്ര നീ കണ്ടില്ലയോ. കൊല്ലുവാനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നേന്നു കേട്ട നേരം വിത്രസ്ത ഹൃദയനായി പക്ഷിരാജനം ചൊന്നാൻ. വന്ദ്യനല്ലഹം തവ ഭക്തനായോരു ദാസൻ. മിത്രമെത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പോരു പക്ഷിയാം ജഡായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പതി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു. പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും പില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനും. അപ്പോൾ കുഷ്ഠവേദനയോട് ഭൂമിയിൽ വീണേനല്ലോ. നിന്തിരുവഴിയെ കണ്ടൊഴിഞ്ഞു മര്യാദൻ ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേൻ. തൃക്കൺ പാർക്കേണമെന്നെ കൃപയാ കൃപാനിധേ. തൃക്കഴലിണ നിത്യമുൾക്കാമ്പിൽ വസിക്കണം. ഇത്തരം ജഡായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്രകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നു തൻ തൃക്കൈകൾ കൊണ്ടു തലോടിയിടിനാൻ അവനുടൽ. ദുഃഖാശ്രുപ്ലുത നയനത്തോടും രാമചന്ദ്രൻ ചൊല്ലു ചൊല്ലഹോ മമ വല്ലഭ വൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജഡായുവും. രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശി കൊണ്ടുപോയതെന്നറിഞ്ഞാലും
ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലേ, നല്ലതു വരുവാതിനായി അനുഗ്രഹിക്കണം. നിന്തിരുവടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റിയിടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതോ ഭവത്കൃപാപാത്രമാകയാലഹം പുണ്യപുരുഷ പുരുഷോത്തമാദയാമിതേ. നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു അനന്താത്മാ പരമാത്മാ മായ മാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം. നിന്തിരുമേനി ഘനശ്യാമളമഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായേ ഞാനെന്നു നൂനം. ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധുമുഖ സുമസമതൃക്കരതലം തന്നാൽ ബന്ധുവത്സല മന്ദം തൊട്ടരുളേണമെന്നാൽ നിന്തിരുമലരടിയോട് ചേർന്നിടാമല്ലോ. ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദം മന്ദം പൂർണ്ണാത്മാനന്ദം വന്നിടും വണ്ണം. അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തു രഘുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശാലർണോ ജനേത്രൻ പിതൃമിത്രനാം മിത്രമാം പക്ഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തു തുംഗസീമ്നി ചേർത്തിട്ടുത്തരാകാര്യാർത്ഥമായി സോദരനോട് ചൊന്നാൻ. കഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടണം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ. ലക്ഷ്മണൻ അത് കേട്ടു ചിതയും തീർത്തിയിടിനാൻ തക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു. പിന്നെ സ്നാനവും കഴിച്ചുദക ക്രിയാദിയും ചെയ്തു. കാനനെ തത്ര മൃഗം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വെച്ചു ജലാദികളും നൽകിയിടിനാൻ നല്ലൊരു ഗതിയവനുണ്ടാവാൻ പിതൃർത്ഥമായി. പക്ഷികൾ ഇവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രൻ ഇതുകൊണ്ടു തൃപ്തനായി ഭവിച്ചാലും. കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു. അന്നേരം വിമാനമാരുഹ്യ ഭാസ്വരം ഭാനു സന്നിഭം ദിവ്യരൂപം പൂണ്ടോരു ജടായുവും ശങ്കാരികഥാ പത്മ മകുട പീതാംബരാധ്യങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ. തേജസാ സകല ദിവ്യാപ്തനായി കാണായി വന്നു. സന്നദ്ധഗാത്രത്തോടു ഉയരെ കുപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്താൻ. ജഡായു സ്തുതി. അഗണ്യ ഗുണമാദ്യം അവ്യയമപ്രമേയം അഖില ജഗ സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം. महित कटाक्ष विक्षेपितामर सुजं रहितावधि सुखमिन्दिरा मनोहरं श्यामलं जडामगुडोज्ज्वलं चापशर कोमलकराम्बुजं प्रणतोऽस्म्यहं रामं भुवनकमनीय रूपमीडितं शतरविभासुरमभीष्टप्रदं शरणदम् सुरपादवमूलरचित निलयनं सुरसञ्जय सेव्यं प्रणतोऽस्म्यहं रामं भवगानन दवदहन नामधेयं भवपङ्कज भवमुखदैवतं देवं धनुजपदिकोटि सहस्र विनाशनं मनुजाकारं हरिं प्रणतोऽस्म्यहं रामं भवभावनाहरं भगवत्स्वरूपिणं भवपीविरहितं मुनिसेवितं परं भवसागर तरणाङ्घ्रितपोदित्यं भवनाशयानिशं प्रणतोऽस्म्यहं रामं गिरिशगिरिसुधा हृदयाम्बुजवासं गिरिनायकधरं गिरिपक्षारिसेव्यं सुरसञ्चय धनुजेन्द्र सेवित पादं सुरभमणिनिभं प्रणतोऽस्म्यहं रामं परदारार्थ परिवर्जित मनीषिणां परपूरुष गुणभूति सन्तुष्टात्मानां परलोकैकहित निरतात्मानां सेव्यं परमानन्दमयं प्रणतोऽस्म्यहं रामं स्मित सुन्दर विकसित वक्त्राम्भोरुहं स्मृतिगोचरस्थिताम्बुदकलेभरं सितपङ्कजचारुनयनं रघुवरं चितिनन्दिनीवरं प्रणतोऽस्म्यहं रामं जलपात्रौघस्थितरविमण्डलं पोले
സകല ചരാചര ജന്തുക്കൾ ഉള്ളിൽ വാഴും പരിപൂർണാത്മന അദ്വയം അവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം വിധിമാധവ ശംഭുരൂപഭേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശ മുനിജനാസ്തുതമവ്യക്തമജം ക്ഷിതിജാ മനോഹരം പ്രണതോസ്മ്യഹം രാമം മന്മഥ ശതകോടി സുന്ദരകളേഭരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകർമാധാരമപ്യനാധാരം നിർമ്മമമാത്മാ രാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പക്ഷീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദം മേ വിഷ്ണോ പരം. ഈ സ്തോത്രമെഴുതിയും പഠിച്ചും കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സ്യാരൂപ്യം. പക്ഷീന്ദ്ര നിന്നെ പോലെ മത്പരായണനായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷി ശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല നാമം ചൊല്ലുന്ന ജനം പോലെ. ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. അയ്യോ. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടുകൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരോ ദിശി സീതയെ കാണുകയാൽ സന്നധൈര്യേണ വനമാർഗെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്താൻ, വക്ഷസി വദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്വമിതം. ലക്ഷ്മണ, കണ്ടയോ നീ കണ്ടോളം ഭയമുണ്ടാം. ഭക്ഷിക്കും ഇപ്പോൾ ഇവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെന്നെത്രയും ചിത്രം ചിത്രം. വക്ഷത്തി വക്രം കാലും തലയുമില്ലതാനും. രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പേ നമ്മെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ചാൽ. തൽഭുജ മധ്യസ്ഥന്മാരായതു കുമാര, നാം കൽപ്പിതം ദാതാവിനാലെന്താലത് തരും. രാമേവം പറഞ്ഞിതിനൊരനന്തര ആകുലമെന്നോരു ലക്ഷ്മണനുര ചെയ്താൻ. ഓരും വ്യാകുലഭാവം എന്തിന് വിചാരിപ്പാൻ, ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണാഭുജം രാമൻ, ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം. രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമ, ലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ കൈയോടെ. മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിൽ ആരുണ്ടായിലിതിൻ കീഴിൽ. അത്ഭുതകാരന്മാരാം നിങ്ങളാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേൻ ഞാനും. ഘോരകാനന പ്രദേശത്തിങ്കൽ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടോരു പുരുഷോത്തമൻ ചിരിച്ചുത്തരമരുൾ ചെയ്തു. കേട്ടാലും ദശരഥ നാമയോധ്യാധിപതി, ജ്യേഷ്ഠാനന്ദനഹം രാമൻ എന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണൻ എന്നു നാമം. സീതയെന്നുണ്ടു മമ ഭാര്യയായ ഒരു നാരി. പോയിതു ഞങ്ങൾ നായാട്ടിനത് നേരമതി. മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൽ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും. പാണികൾ കൊണ്ടു തവ വേഷ്ടിതന്മാരാകയാൽ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും. ആരെടോ വികൃത രൂപം ധരിച്ചോരു ഭവാൻ, നേരെടോ പറകെന്ന് രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടാൻ കബന്ധനും നിന്തിരുവണ്ടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം നിന്തിരുവടി തന്നെ. മുന്നിലമ്മാറ് കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം രൂപ യൗവനദർപ്പിതനായി സഞ്ചരിച്ചിടും. സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതി സുന്ദരനായോരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടാവക്രനെ കണ്ട് ഞാൻ അപഹസിച്ചിതു. ദുഷ്ടനായി മഹാമുനി ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളോരു നീ രാക്ഷസനായി പോക എന്ന് തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹവും നൽകിയിടിനാൻ. സാക്ഷാൽ ശ്രീനാരായണൻ താൻ നിൻ തിരുവടി തന്നെ മോക്ഷതൻ ദശരഥപുത്രനായി ത്രേതായുഗേ വന്നവതരിച്ചു നിൻ ബാഹുക്കളറുക്കുന്നാൾ.
വന്നിടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസശാപം കൊണ്ടു രാക്ഷസനായ ഒരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമന്യുവിനെപ്പാഞ്ഞടുത്തേനതിരുഷ ശതകോടിയാൽ തലയറുത്തു ശതമകൻ. വജ്രമേറ്റിടും മമ വന്നീല മരണമ അതബ്ജ സംഭവൻ മമ. തന്നൊരു വരത്തിനാൽ വദ്യനല്ലായിക മൂലം വൃത്തിക്കും മഹേന്ദ്രനും ഉത്തമാംഗത്തെ മമ കുക്ഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുക്ഷിയിലായ ശേഷം ഹസ്തയുഗ്മവുമായൊരു യോജനായതങ്ങളായി വർത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയാ സത്വസഞ്ചയം മമ ഹസ്തമധ്യസ്ഥമായാൽ. വക്രേണ ഭക്ഷിച്ചു ഞാൻ വർത്തിച്ചേനിത്ര നാളും ഉത്തമോത്തമാരഘുനായകാരധയാനിതേ. വന്നിയും ജ്വലിപ്പിച്ച് ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യാമാർഗമൊക്കവേ ചൊല്ലിയിടുവൻ. മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളുമിട്ട് വീതിഹോത്രേന ജ്വലിപ്പിച്ചതു സൗമിത്രിയും. തത്രൈവ കബന്ധദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്കൽ നിന്നങ്ങുദിത്തനായി കാണായി. ദിവ്യ വിഗ്രഹത്തോട് മന്മഥ സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യാ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാന്യനാം ഗന്ധർവനും ആനന്ദ വിവശനായി കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളെല്ലാം കോമളപാദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. കോൾമയിർ കൊണ്ടു ഗദ്ഗദാക്ഷരവാണികളാം കോമളപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. ഹരിയോ. കബന്ധസ്തുതി. നിന്തിരുവടിയുടെ തത്വം ഇതൊരുവർക്കും ചിന്തിച്ചാലറിഞ്ഞുകൂടാവതെന്നാകിലും നിന്തിരുവടി തന്നെ സ്തുതിപ്പാൻ തോന്നിയിടുന്നു. സന്തത മന്ദത്വം കൊണ്ടെന്തൊരു മഹാമോഹം. അന്തവും ആദിയുമില്ലാതൊരു പരബ്രഹ്മം അന്തരാത്മനെ തെളിഞ്ഞുണർന്നു വസിക്കണം. അന്ധകാരങ്ങളകന്ന് ആനന്ദമുദിക്കണം. ബന്ധവോ മറ്റു മോക്ഷപ്രാപ്തിയോ മരുളണം. അവ്യക്തം അതിസൂക്ഷ്മമായൊരു ഭവദ്രൂപം സുവ്യക്തഭാവേന ദേഹദ്വയ വിലക്ഷണം. ദൃഗ്രൂപമേക അന്യൽ സകലം ദൃശ്യം ജഡം ദുർഗ്രാഹ്യമനാത്മകമാകയാൽ അജ്ഞാനികൾ എങ്ങനെ അറിയുന്നു മാനസ വ്യതിരിക്തം മങ്ങിയിടാതൊരു പരമാത്മാനം ബ്രഹ്മാനന്ദം. ബുദ്ധ്യാത്മാഭാസങ്ങൾക്കുള്ള ഐക്യമായതോ ജീവൻ ബുദ്ധ്യാദി സാക്ഷിഭൂതം ബ്രഹ്മമെന്നതോ നൂനം. നിർവികാര ബ്രഹ്മണി നിഖിലാത്മനി നിത്യ നിർവിഷയാഖ്യേ ലോകം അജ്ഞാനമോഹവശാൽ ആരോപിക്കപ്പെട്ടൊരു തൈജസം സൂക്ഷ്മദേഹം ഹൈരണ്യമതു വിരാട് പുരുഷ നദി സ്ഥൂലം. ഭാവനാ വിഷയമായൊന്നതു യോഗീന്ദ്രാണാം കേവലം തത്ര കാണായിടുന്നു ജഗത്തെല്ലാം. ഭൂതമായതും ഭവ്യമായതും ഭവിഷ്യത്തും ഹേതുനാ മഹത്തത്വാദ്യ വൃതസ്ഥൂലദേഹേ ബ്രഹ്മാണ്ടകോശേ വിരാട് പുരുഷേ കാണാകുന്നു സന്മയമെന്ന പോലെ ലോകങ്ങൾ 14. തുങ്കനാം വിരാട് പുമാനാകിയ ഭഗവാൻ തൻ അംഗങ്ങളല്ലോ 14 ലോകവും ന്യൂനം. പാതാളം പാദമൂലം പാർഷ്ണികൾ മഹാതലം നാഥ ദേ ഗുൽഫം രസാതലവും തലാതലം. ചാരുജാനുക്കളല്ലോ സുതലം രഘുപതേ ഊരുകാണ്ഡങ്ങൾ തവ വിതലമതലവും. ജഗനം മഹീതലം നാഭിദേ നഭസ്ഥലം രഘുനാഥോരസ്ഥല ആയതു സുരലോകം. കണ്ടദേശം തേ മഹർലോകമെന്നറിയണം തുണ്ടമായതു ജനലോകമെന്നതു നൂനം. ശംഖദേശം തേ തപോ ലോകമങ്ങതിന്മീതെ പങ്കജയോനിവാസമാകിയ സത്യലോകം. ഉത്തമാംഗം തേ പുരുഷോത്തമാ ജഗൽ പ്രഭോ സത്താമാത്രക മേഘജാലങ്ങൾ കേശങ്ങളും. ശക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ദിക്കുകൾ കർണങ്ങളും മശികൾ നാസികയും. വക്രമായതു വന്നി നേത്രമാദിത്യൻ തന്നെ ചിത്രമെത്രയും മനസ്സായതു ചന്ദ്രനല്ലോ. ഭ്രൂഭംഗമല്ലോ കാലം ബുദ്ധിവാക്പതിയല്ലോ കോപകാരണമഹങ്കാരമായതു രുദ്രൻ. വാക്കെല്ലാം ഛന്ദസ്സുകൾ ദംഷ്ട്രകൾ യമനല്ലോ നക്ഷത്രപംക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ. ഹാസമായതു മോഹകാരിണി മഹാമായ
വാസനാ സൃഷ്ടിസ്തവാം ഭാംഗമോക്ഷണമല്ലോ. ധർമ്മം നിൻ പുരോഭാഗം, അധർമ്മം പൃഷ്ഠഭാഗം. ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ. സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ. സപ്തമാരുതന്മാരും വിശ്വാസഗണമല്ലോ. നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥിവീധരങ്ങൾ പോലസ്ഥികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളാകുന്നതും തൃക്ഷണാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും വൃഷ്ടിയായതും തവ രേതസ്സെന്നറിയണം. പുഷ്ടമാം മഹീപദേ കേവല ജ്ഞാനശക്തി. സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കാലെ നിത്യവും ധ്യാനിക്കുന്നവനുണ്ടാം മുക്തി. നിന്തിരുവടിയൊഴിഞ്ഞില്ല കിഞ്ചന വസ്തു. സന്തതമിതൃരൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ. ഇക്കാലം ഇതിൽ കാളും മുഖ്യമായിരിപ്പോ നീ. ഈ കാണാകിയ രൂപം എപ്പോഴും തോന്നിയിടണം. താപസ വേഷം ധാരാ വല്ലഭം ശാന്താകാരം. പാപേഷുകരം ജഡാവൽക്കല വിഭൂഷണം. കാനനെ വിജിന്നന്തം ജാനകി സലക്ഷ്മണം. മാനവശ്രേഷ്ഠം മനോജ്ഞം മനോഭവസമം. മനസേ വസിപ്പതിൻ നാളയം ചിന്തിക്കുന്നേൻ. ഭാനുവംശോദ്ഭൂതനാം ഭഗവൻ നമോ നമ. സർവജ്ഞൻ മഹേശ്വരൻ ഈശ്വരൻ മഹാദേവൻ. ശർവനവ്യയൻ പരമേശ്വരിയോടും കൂടി. നിന്തുരുവടിയെയും ധ്യാനിച്ചു കൊണ്ടു കാശ്യാം സന്തതമിരുന്നരുളിടുന്നു മുഖ്യർത്ഥമായി. തത്രൈവ മുമുക്ഷുക്കളായുള്ള ജനങ്ങൾക്കു തത്വബോധാർത്ഥം നിത്യം താരക ബ്രഹ്മവാക്യം. രാമരാമേതി കനിഞ്ഞുപദേശവും നൽകി. സോമനാം നാഥൻ വസിച്ചിടുന്നു സദാകാലം. പരമാത്മാവു പരബ്രഹ്മം നിൻ തിരുവടി. പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ. മൂഢന്മാർ ഭവത്തത്വം എങ്ങനെ അറിയുന്നു. മൂടിപ്പോകയാൽ മഹാമായ മോഹാന്ധകാരേ. രാമഭദ്രായ പരമാത്മനെ നമോ നമ. രാമചന്ദ്രായ ജഗൽ സാക്ഷിണേ നമോ നമ. പാഹി മാം ജഗന്നാഥ പരമാനന്ദ രൂപ. പാഹി സൗമിത്രി സേവ്യ പാഹി മാം ദയാനിധേ. നിൻ മഹാമായാദേവി എന്നെ മോഹിപ്പിച്ചിടായി ഗംഭുജ വിലോചന. സന്തതം നമസ്കാരം. ഇത്തമർത്തിച്ചു ഭക്ത്യ സ്തുതിച്ച ഗന്ധർവനോ. ഉത്തമ പുരുഷനാം ദേവനു മരുൾ ചെയ്തു. സന്തുഷ്ടനായി തവ സ്തുത്യ നിശ്ചല ഭക്ത്യ. ഗന്ധർവ ശ്രേഷ്ഠ ഭവാൻ മൽപദം പ്രാപിച്ചാലും. സ്ഥാനം മേ സനാതനം യോഗീന്ദ്ര ഗമ്യം പര. ആനന്ദം പ്രാപിക്ക നീ മൽപ്രസാദത്താലടോ. അത്രയുമല്ല പുനരൊന്നനുഗ്രഹിപ്പൻ ഞാൻ. സ്തോത്രം ഭക്ത്യാ ജപിച്ചിടുന്ന ജനങ്ങൾക്കും മുക്തി സംഭവിച്ചിടു ഇല്ല സംശയമേതും. ഭക്തനാം നിനക്കഥ പതനമിനി വരാം. ഇങ്ങനെ വരം വാങ്ങിക്കൊണ്ടു ഗന്ധർവ ശ്രേഷ്ഠൻ മംഗളം വരുവാനായി തൊഴുതു ചൊല്ലിയിടിനാൻ. മുമ്പിൽ അമ്മാറു കാണാം മാതംഗാശ്രമം. തത്ര സംപ്രതി വസിക്കുന്നു ശബരി തപസ്വിനി. ത്വൽപാദാംബുജ ഭക്തി കൊണ്ടേറ്റം പവിത്രയായി. എപ്പോഴും ഭവാനെയും ധ്യാനിച്ചു വിമുക്തയായി. അവളെ ചെന്നു കണ്ടാൽ വൃത്താന്തം ചൊല്ലും അവൾ. അവനീ സുധ തന്നെ ലഭിക്കും നിങ്ങൾക്കെന്നാൽ. ശബരിയാശ്രമ പ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം. സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്നു. ചാരുത ചേർന്ന ശബര്യാശ്രമമകം പൂക്കാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യ സമ്പദിച്ചിതു പാദാംബുരുഹയുഗത്തിങ്കൽ. സന്തോഷപൂർണാശ്രു നേത്രങ്ങളോടവള് ആനന്ദം ഉൾക്കൊണ്ടു പാദാർഘ്യാസനാദികളാലെ പൂജിച്ചു. തൽപാദ തീർത്ഥാഭിഷേകവും ചെയ്തു. ഭോജനത്തിനു ഫലമൂലങ്ങൾ നൽകിയിടിനാൻ.
പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിതു രാജീവ നേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ടു തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹമിന്നു പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ടു വാണാൻ. അന്നു ഞാൻ അവരെയും ശുശ്രൂഷിച്ചിരുന്നിതു, പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ, ധന്യനി വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിതു രാക്ഷസ വധാർത്ഥമായി. നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചു കൊള്ളുവാനിപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടും ഇവിടേക്ക് രാഘവൻ, എന്നാൽ അവൻ തന്നെയും കണ്ടു ദേഹത്യാഗവും ചെയ്താലും നീ. വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം, വന്നിത വണ്ണം ഗുരു ഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു, നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ. ശ്രീപാദം കണ്ടു കൊള്ളുവാൻ മൽഗുരുഭൂതന്മാരാം താപസന്മാർക്ക് പോലും യോഗം വന്നിളയല്ലോ. ജ്ഞാനമില്ലാതെ ഹീന ജാതിയിലുള്ള മൂഢ, ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാങ്മനോ വിഷയമല്ലാതൊരു ഭവദ്രുവം കാൺമാനും അവകാശം വന്നതു മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനും ഇങ്ങുൾക്കമലത്തിലറിയപ്പോകാതയാനിധി. രാഘവൻ അതു കേട്ടു ശബരിയോടു ചൊന്നാൻ, ആകുലം കൂടാതെ ഞാൻ പറയുന്നു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തി ഒന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നിടുവാനുമില്ല മറ്റേതുമൊന്നും. തീർത്ഥസ്നാനാദി തപോദാന വേദാധ്യയന ക്ഷേത്രോപവാസയാഗ്യാഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ ഭക്തി ഒഴിഞ്ഞൊന്നു കൊണ്ടാരുനാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിടുവാനുത്തമേ, കേട്ടുകൊള്ളുക മുക്തി വന്നിടുവാനായി. മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം, പിന്നെ മൽക്കഥാലാഭം രണ്ടാം സാധനം. മൂന്നാമത് മൽഗുണേരണം, പിന്നെ മധ്വാചൊവ്യാഖ്യാതൃത്വം. മൽക്കലാജാതാചാര്യോപാസനാമഞ്ചാമത്. പുണ്യശീലത്വം യമനീയമാദികളോടുമെന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും. മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും. മംഗലശീലെ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പാരമാസ്തിക്യവും. സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും. മത്തത്വ വിചാരം കേളുമ്പതാമതും ഭദ്രേ, ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം. ഉക്തമായതു ഭക്തി സാധനം നവവിധമുത്തമേ, ഭക്തി നിത്യമാർക്കുള്ള വിചാരിച്ചാൽ. തിര്യഗ്രോ നിജങ്ങൾക്കൊന്നാകിലും മൂഢമാരാ, നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും. പ്രേമലക്ഷണയായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവ സിദ്ധനായാൽ മുക്തിയും വരും, തത്ര ജന്മ നീ മർത്യനുത്തമ മതബോധനെ. ആകയാൽ മോക്ഷത്തിനു കാരണം ഭക്തി തന്നെ. ഭാഗവത് പ്രിയേ മുനിപ്രിയേ, ഭക്തി ഉണ്ടാക കൊണ്ടു കാണായി വന്നിതു തവ മുക്തിയും മടുത്തിതു നിനക്ക് തബോധനെ. ജാനകി മാർഗമറിഞ്ഞിടിൽ നീ പറയണം, കേനവാ നീദാസിതാ മൽപ്രിയ മനോഹരി. രാഘവ വാക്യമേവം കേട്ടൊരു ശബരിയോ ആകുലമാറാതാൽ ആദരാലുര ചെയ്താൽ.
സർവവും അറിഞ്ഞിരിക്കുന്ന നിന്തിരുവടി സർവജനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയത് ദശകണ്ഠനെന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ തണ്ടലർമകളെ ഞാൻ മുമ്പിലമ്മാറു കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം തൽപുരോഭാഗേ പശ്യാ പർവ്വതവര നിശ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കവി ശ്രേഷ്ഠൻ 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ചു സങ്കേതമായൂനു അനുദിനം ബാലിക്കു മുനി ശാപം പേടിച്ചു ചെന്നു കൂടാ പാലനം ചെയ്യുക ഭവാൻ അവനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്നു കാര്യവും സാധിച്ചിടും എങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്തു ഭവൽ പാദ പങ്കജത്തോടും ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം മുഹൂർത്തമാത്രം ഭവാനത്രൈവമേ തീർക്കേണം മായാകൃത ബന്ധനം ദയാനിധേ ഭക്തി പൂണ്ടിത്ത മുക്ത ദേഹത്യാഗവും ചെയ്തു മുക്തിയും സിദ്ധിച്ചിതു ശബരിക്കതു കാലം ഭക്തവത്സലൻ പ്രസാദിക്കില്ലെന്നവർക്കെന്നീലെത്തിയിടും മുക്തി നീചജാതികൾക്കെന്നാകിലും പുഷ്കര നേത്രൻ പ്രസാദിക്കില്ലോ ജന്തുക്കൾ ദുഷ്കരമായിട്ടൊന്നു ഇതെന്നു ധരിക്കണം ശ്രീരാമ ഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും ശ്രീരാമ പാദാംഭോജം സേവിച്ചു കൊള്ളുക നിത്യം ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരെ സന്ധ്യജിച്ചുതൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം ശ്രീരാമ മന്ത്രം ജപിച്ചിടുക സദാകാലം ശ്രീരാമചന്ദ്ര കഥ കേൾക്കുകയും ചൊല്ലുകയും ശ്രീരാമ ഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമമയം ജഗത് സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം രാമ രാമേതി ജപിച്ചിടുക സദാകാലം ഭാമിനി ഭദ്രേ പരമേശ്വരി പത്മേക്ഷണേ ഇത്തമീശ്വരൻ പരമേശ്വരിയോടു രാമ ഭദ്രവൃത്താന്തമരുൾ ചെയ്തതു കേട്ട നേരം ഭക്തി കൊണ്ടേറ്റം പരവശയായി ശ്രീരാമങ്കൽ ചിത്തവും ഉറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ടു ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ ഇത്തധ്യാത്മരാമായണം ഉമാമഹേശ്വര സംവാദേ ആരണ്യകാണ്ഡം സമാപ്തം. കിഷ്കിന്ധാകാണ്ഡം. ചാരിക പൈതലേ ചാരുശീലേ വരികാരോമലേ കഥാശേഷവും ചൊല്ലു നീ ചൊല്ലുവേനെങ്കിലനങ്കാരി ശങ്കരൻ വല്ലഭയോടരുൾ ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലൻ ദശരഥ സൂനു കൗസല്യ തനയനവരജൻ തന്നോടും പമ്പാസരസ്തടം ലോകമനോഹരം സംപ്രാപ്യ വിസ്മയം പൂണ്ടരുളിടിനാൽ ക്രോശമാത്രം വിശാലം വിശദാമൃതം ക്ലേശവിനാശനം ജന്തുപൂർണസ്ഥലം ഉൽഫുല്ല പത്മ കൽഹാര കൗമുദ നീല ഉൽപ്പല മണ്ഡിതം ഹംസകാരണ്ഡവ ഷഡ്പദ കോകില കുക്കുട കോഷ്ടി സർപ്പസിംഹ വ്യാകൃത സുഖര സേവിതം പുഷ്പല താപരിവേഷ്ടിത പാപത സൽഫല സേവിതം സന്തുഷ്ട ജന്തുകം കണ്ടു കൗതൂഹലം പൂണ്ടു തണ്ണീർ കുടി ചിണ്ടലും തീർത്തു മന്ദം നടന്നിനാർ. ഹനുമൽ സമാഗമം. കാലേ വസന്തേ സുശീതളേ ഭൂതലേ ഭൂലോകപാല ബാലന്മാരിരുവരും ഋഷ്യമുഖാദ്രി പാർശ്വസ്ഥലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാവിരഹം പൊറാഞ്ഞു കരയുകയും ചിത്രായുധാർത്തി മുഴുത്തു പറകയും ആദി കലർന്നു നടുന്നടക്കും വിധൗ ഭീതനായി വന്നു ദിനകരപുത്രനും സത്വരം മന്ത്രികളോട് കുതിച്ചു പാഞ്ഞു തുങ്കമായ ശൈലാഗ്രമേറിയിടിനാൽ മാരുതിയോടു ഭയേന ചൊല്ലിടിനാൽ
ആരിവരുന്നതോർ സന്നദ്ധരായി. നേരെ ധരിച്ചു വരിക നീ വേഗേന, ധീരന്മാരെത്രയുമെന്നു തോന്നും കണ്ടാൽ. അഗ്രജൻ ചൊൽകയാലെന്ന ഫലാലിങ്ങു നിഗ്രഹിപ്പാനായി വരുന്നവരല്ലീ. വിക്രമമുള്ളവരത്രയും തേജസ്സ, ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺക നീ. താപസവേഷം ധരിച്ചിരിക്കുന്നിതു, ചാപബാണാശിരശസ്ത്രങ്ങളും ഉണ്ടല്ലോ. നീ ഒരു വിപ്രവേശം പൂണ്ടവരോട് വായുസൂത ചെന്നു ചോദിച്ചറിയണം. വക്രനേത്രാലാപാനങ്ങൾ കൊണ്ടവർ ചിത്രമെന്തെന്നറിഞ്ഞാൽ, വിരലിൽ നീ ഹസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ. നമ്മുടെ ശത്രുക്കളെങ്കിലും ലതച്ചെല്ലെങ്കിൽ നിന്നുടെ വക്രപ്രസാദ മന്ദസ്മേര സഞ്ജയ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം. കർമ്മസാക്ഷി സുതൻ വാക്കുകൾ കേട്ടവൻ ബ്രഹ്മചാരി വേഷമാലംബ്യ സാദരം ആജ്ഞസാ ചെന്നു നമസ്കരിച്ചിടിന നഞ്ജനപുത്രനും ഭർതൃപാദാംബുജം. കഞ്ചവിലോചനന്മാരായ മാനവ കുഞ്ചരന്മാരെ തൊഴുതു വിനീതനായി. അങ്കജൻ തന്നെ ജയിച്ചൊരു കാന്തി പുണ്ടിങ്ങനെ കാണായ നിങ്ങളിരുവരും. ആരെന്നറിയില്ല ആഗ്രഹമുണ്ടതു നേരെ പറയണമെന്നോടു സാദരം. ദിക്കുകളാത്മഭാസൈവ ശോഭിപ്പിക്കൂ മർക്കനിശാകരന്മാരെന്ന് തോന്നുന്നു. ത്രൈലോക്യ കർത്തൃഭൂതന്മാർ ഭവാന്മാരെന്നാലോക്യ ചേതസീ ഭാതി സദൈവമേ. വിശ്വവീരന്മാരായ യുവാക്കളാം അശ്വിനി ദേവകളോ മറ്റെതന്യേ വിശ്വൈക കാരണഭൂതന്മാരായൊരു വിശ്വരൂപന്മാരാം ഈശ്വരന്മാർ നിങ്ങൾ. നൂനം പ്രധാന പുരുഷന്മാർ മായയാ മാനുഷാകാരേണ സഞ്ചരിക്കുന്നിതു. ലീലയാ ഭൂഭാരനാശനാർത്ഥം പരിപാലനത്തിനു ഭക്തനാം മഹീതലേ വന്നു രാജ്യാന്വേഷേണ പിറന്നൊരു പുണ്യപുരുഷന്മാർ പൂർണ്ണ ഗുണവാന്മാർ. കർത്തും ജഗൽസ്ഥിതി സംഹാര സർഗങ്ങളുദ്ധൗതു ലീലയാ നിത്യസ്വതന്ത്രന്മാർ. മുക്തി നൽകും നാരായണന്മാരെന്നുൾക്കാലിരുന്നു തോന്നുന്നു നിരന്തരം. ചിത്തം പറഞ്ഞു തൊഴുതു നിന്നൂടുന്ന ഭക്തനെ കണ്ടു പറഞ്ഞു രഘുത്തമൻ. പശ്യസഖേ വടുരൂപിണീം ലക്ഷ്മണ നിശേഷ ശബ്ദശാസ്ത്രം മനെ ശ്രുതം. ഇല്ലൊരവശബ്ദമെങ്ങുമേ വാക്കിങ്കൽ നല്ല വൈകാരണൻ വടു നിർണയം. മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനവ ശ്രേഷ്ഠനെ നോക്കിയിലുത്തരം. രാമനെന്നുള്ള നാമം ദശരഥ ഭൂമിപാലേന്ദ്രനായ നിവൻ മമ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്ക നീ. ജാതമോദം പരമാർത്ഥം മഹാമതേ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനി എന്നുടെ ഭാമിനി കൂടവേ. താതനിയോഗേന കാനന സീമൈ യാതന്മാരായി തപസ്സു ചെയ്തിടുവാൻ. ദണ്ഡകാരണ്യെ വസിക്കുന്ന നാളതി ചണ്ഡനായൊരു നിശാചരൻ വന്നുടൻ. ജാനകി ദേവിയെ കട്ടുകൊണ്ടിടിനാൽ കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു. കണ്ടീലവളോരേടത്തും നിന്നിഹ കണ്ടുകെട്ടി നിന്നെ നീയാരടോ സഖേ. ചൊല്ലിടുകെന്നതു കേട്ടൊരു മാരുതി ചൊല്ലിനാൽ കൂപ്പി തൊഴുതു കുതൂഹലാൽ. സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ വസിക്കുന്നിതത്ര രഘുപതേ. മന്ത്രികളായി ഞങ്ങൾ 4 പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു. അഗ്രജനാകിയ ബാലി കപീശ്വരനുഗ്രനാട്ടിക്കളഞ്ഞിടിനാൽ തമ്പിയെ. സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടിനാൽ. കൃശമുഖാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കുന്നതി തർക്കാത്മജൻ. ഞാൻ അവൻ തന്നെ ഭൃത്യനായുള്ളൊരു വാനരൻ വായു തനയൻ മഹാമതേ. നാമധേയം ഹനുമാനജ്ഞനാമജ്ഞ
രാമനെയും തീർത്തു രക്ഷിച്ചു കൊള്ളണേ. സുഗ്രീവനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാമായിരുന്നവർ കരികളെ. വേല ചെയ്യാമതിനാവോളമായൊരു ജ്ഞാനാലംബനം മറ്റൊന്നില്ല ദൈവമേ. ഇത്തം തിരുമനസ്സെങ്കിലെഴുന്നള്ളു ഉൾത്താപമല്ല മകലം ദയാനിതേ എന്നുണർത്തിച്ചു നിജാകൃതി കൈകൊണ്ടു നിന്നു തിരുമുമ്പിലാം മാറുമാരുതി. ഭോഗമമ സ്കന്ധമേറിയിടുവിൻ നിങ്ങളാ കുലഭാവ മകളെ കളഞ്ഞാലും. അപ്പോൾ ശബരീധരൻ വാക്കുകൾ ഓർത്തുകണ്ടുൽപ്പന നേത്രവും വാദവും ചെയ്തു. ഏകശ്ലോകി രാമായണം. പൂർവം രാമതപോവനാധിഗമനം കൃത്വാം കാഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരം ലങ്കാപുരിദാഹനം പശ്ചാത് രാവണ കുംഭകർണനിധനം ഏതത്തി രാമായണം. ഹരിയോ കായേന വാചാ മനസേന്ദ്രിയൈവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യജ്ജസകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരിയോ ഹരിയോ ഇതിന്റെ സാരാംശം പറയുന്നതിനായി വിനി അരവിന്ദക്കയെ ക്ഷണിക്കുന്നു. ഹരി ഓം. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്ര ജയ. ഹരി ഓം. ഇപ്പോൾ നമ്മൾ പാരായണമെല്ലാം കേട്ടു. ജടായുഗതി മുതൽ ജടായുസ്തുതി, കബന്ധഗതി, കബന്ധസ്തുതി, ശബര്യാശ്രമ പ്രവേശം, അതുപോലെ കിഷ്കിന്ധാകാന്ഡത്തിലെ ഹനുമൽ സംഗമം, ഇത്രയാണ് ഇന്ന് വായിച്ചു തീർത്തത്. നമ്മൾക്ക് അതിന്റെയാണ് സാരാംശം പറയാനുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ജടായുഗതി നോക്കാം. കഴിഞ്ഞ ദിവസം കണ്ടത് രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനായി കാനനം തോറും കാടുതോറും അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. എന്റെ സീത എവിടെ പോയി, കണ്ടവരാരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നതാണ് നമ്മൾ കണ്ടത്. അങ്ങനെ അവര് നടക്കുമ്പോൾ വഴിമധ്യേ ഒരു തേര് ചിന്ന ഭിന്നമായി കിടക്കുന്നത് കാണുകയാണ്. ഇതെങ്ങനെയാണ് ഒരു ചിന്ന ഭിന്നമായി കിടക്കുന്ന തേര് കാണുന്നത് എന്നറിഞ്ഞ് നോക്കിയപ്പോൾ അതിനടുത്ത് തന്നെയായി ഒരു വൃദ്ധ, ഒരു വയസ്സിനായ ഒരു രൂപത്തെ കാണുന്നു. ഭയങ്കര കഷ്ടത്തിൽ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു രൂപത്തെ കാണുകയാണ്. അപ്പം ശ്രീരാമദേവൻ പറയുകയാണ്, ഇതാരാണിത്? സീതാദേവിയെ കൊണ്ടുപോയി തിന്ന് തൃപ്തി അടഞ്ഞു കിടക്കുന്ന ഒരു വൃദ്ധനാണ്. ഇതാരാണ്? നമുക്ക് ഇതാരാണെന്ന് നോക്കണം എന്നും പറഞ്ഞ് നോക്കിയപ്പോൾ ഈ രൂപം പറയുകയാണ്, വധ്യനല്ലഹം തവ ഭക്തനായ ദാസൻ മിത്രമെത്രയും തവ താതന് വിശേഷിച്ചു. അങ്ങയുടെ താതന് മിത്രമായ അങ്ങയുടെ ഭക്തനായ ജടായുവാണ് ഞാൻ. ആ ജടായുവാണ് അന്ന് അവിടെ കിടന്നിരുന്നത്. അപ്പൊ മിത്രനാണ്, താതന്റെ മിത്രനാണ് എന്ന് കേട്ടപ്പോഴും അദ്ദേഹത്തിന്റെ ഭക്തനാണ് എന്ന് കേട്ടപ്പോഴും ഇവർക്കാകെ ആകാംക്ഷയായി. അപ്പൊ ഇതെങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, ദുഷ്ടനായ രാവണൻ, ദശമുഖൻ രാവണൻ അങ്ങയുടെ പത്നിയെ കട്ടുകൊണ്ട് ആകാശമാർഗെ പോകുന്നത് കണ്ടുകൊണ്ട് ഞാൻ വേഗം ചെന്ന്, ദക്ഷിണ ദിക്കിലേക്കാണ് കൊണ്ടുപോയത്, അത് കണ്ടുകൊണ്ട് ഞാൻ വേഗം ചെന്ന് തടുത്തു. ആ യുദ്ധം ചെയ്തപ്പോൾ എന്റെ പക്ഷം കയ്യോ ചിറക് എല്ലാം മുറിച്ചു കളഞ്ഞ് എന്നെ യുദ്ധം ചെയ്ത് തളർത്തി ഇവിടെ ഇട്ടിരിക്കുകയാണ്. എന്നെ രക്ഷിക്കണം ഭഗവാനെ, എന്നെ മറ്റൊരാളാണെന്ന് ചിന്തിക്കരുത്, ഞാൻ അങ്ങയുടെ ഭക്തനാണ് എന്ന് പറയുകയാണ്.
വാള് കൊണ്ട് എന്റെ കൈ വെട്ടി ഞാൻ നാശകോശമായിട്ട് ഇവിടെ കിടക്കുകയാണ്, ഭഗവാനെ എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ പിന്നെയും പറയുകയാണ് ഇന്ദിരാദേവി ആരാണ്? സീതാദേവി എനിക്കൊരു വരവും തന്നിട്ടുണ്ട്. സീതാദേവി കണ്ടു ഞാൻ വീഴുന്നത് കണ്ടുകൊണ്ട് എനിക്ക് ഒരു വരം തന്നു. കാരണം ഞാൻ ഈ ഭാഗത്തേക്കാണ് പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രീരാമദേവനെ അങ്ങ് കാണുമ്പോൾ കണ്ടതിന് ശേഷം മാത്രമേ മരണം അടയുകയുള്ളൂ എന്ന് സീതാദേവി വരവും നൽകിയിട്ടാണ് പോയത്, അങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ അത് കണ്ടുകൊണ്ട് അത് കേട്ടപ്പോൾ ശ്രീരാമദേവനും ലക്ഷ്മണനും സന്തോഷമായി. അപ്പൊ ഇത് ചെറിയതായിട്ടാണേലും ഒരു വിവരം അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമായി. അങ്ങനെ പറഞ്ഞു രാമൻ. അപ്പൊ ശ്രീരാമൻ ദേവനെ കണ്ടതുകൊണ്ട് ഇനിയിപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മരണം ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എന്നെ ഒന്ന് തലോടി എന്നെ തഴുകി എന്നെ ഒന്ന് രക്ഷിക്കുക, എന്റെ നല്ല രീതിയിലുള്ള ഒരു മരണത്തിന് എന്നെ സഹായിക്കാം എന്ന് പറഞ്ഞ് ശ്രീരാമൻ ദേവൻ വേഗം എടുത്ത് മടിയിൽ വെച്ച് തലോടി എനിക്കൊരു നല്ല ചിത തീർത്ത്. എന്തുകൊണ്ടാണ് ചിത തീർക്കേണ്ടത്? കാഷ്ടങ്ങൾ കൊണ്ട്. കാഷ്ടം എന്താണ്? പണ്ടൊക്കെ ഈ ചാണാനാണ് കാഷ്ടം എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ചാണാനൊന്നും നമുക്ക് അന്ന് അവിടെ കിട്ടാനില്ല. കാഷ്ടങ്ങൾ എന്ന് പറയുമ്പോൾ വിറകാണ് ഉദ്ദേശിക്കുന്നത്. ആ കാഷ്ടങ്ങൾ കൊണ്ട്, വിറക് കൊണ്ട് നല്ലൊരു ചിത തീർത്ത് ആ ചിതയിൽ വെച്ച് എന്നെ ദഹിപ്പിക്കണം എന്ന് പറയുകയാണ്. അങ്ങനെ പറഞ്ഞ് ദഹിപ്പിച്ച് അങ്ങനെ പറഞ്ഞ് വിറക് നല്ല വിറകൊക്കെ കൊണ്ട് സംഘടിപ്പിച്ച് ദഹിപ്പിച്ചതിന് ശേഷം ഇവര് ഇതിനകത്ത് പറയുന്നത് മൃഗത്തെ എല്ലാം കൊന്ന് അതിനെ നമ്മളിപ്പം ബലി അർപ്പിക്കുമല്ലോ, അങ്ങനെയുള്ള ബലിയെല്ലാം അർപ്പിച്ചതിന് ശേഷം ഇവര് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അന്നേരം പോകുന്നതിന് മുമ്പായിട്ട് ജടായു ഭഗവാനെ സ്തുതിക്കുകയാണ്. ശ്രീരാമ, അങ്ങ് എനിക്ക് കാണാൻ സാധിച്ചത് തന്നെ അങ്ങയുടെ ഒരു ദർശനം കൊണ്ട് മാത്രമാണ് എനിക്ക് നല്ലൊരു മരണം സാധ്യമായത്. അതുകൊണ്ട് അങ്ങയെ കാണാൻ സാധിച്ചത് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമാണ്, എനിക്ക് നല്ല മരണം സാധിച്ചിട്ടുണ്ട് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ജടായുവിന്റെ സ്തുതിയും ആണ് ഇതിനകത്ത് പറയുന്നത്. സ്തുതിക്കുന്ന ഈ മരണത്തിന് ശേഷം മരിച്ചതിന് ശേഷം ഈ ജടായു നല്ലൊരു രൂപം കൊണ്ടുവരികയാണ്. വിഷ്ണു ശൃംഗാരി ഗതാപത്മ മകുട പീതാംബരാന്തി അങ്കിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ള മരണം ജടായുവിനുണ്ടായി. അങ്ങനെ സ്തുതിക്കുകയാണ് ഭഗവാനെ. ഈ അങ്ങനെ വിഷ്ണുവിനെ സ്തുതിച്ചുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു മരണം ജടായുവിനുണ്ടായി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇവര് നടന്ന് പോകുന്ന സമയത്ത് പിന്നെയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു തലയും കാലും ഒന്നുമില്ലാത്ത ഒരു വളരെ ഭയാനകമായ ഒരു രൂപത്തെ കാണുകയാണ്. ആ രൂപത്തെ കണ്ടുകൊണ്ട് ഇവരാകെ വെപ്രാളപ്പെട്ടു. ഇത് ആരാണ്? ഇത് തലയുമില്ല, ഒന്നുമില്ലാത്തൊരു രൂപം, ഇത് ഏതാണ് ഈ രൂപം എന്ന് ചിന്തിക്കുമ്പോൾ ഇവര് തന്നെ പറയുകയാണ്, ഈ രൂപം നിന്നെ കണ്ടാൽ പേടിയാവുമല്ലോ, ഇതിനെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇട്ടേച്ചു പോകാൻ പറ്റത്തില്ല, ഇത് ആരാണ് ഈ രൂപം എന്ന് പറയുമ്പോൾ ഈ രൂപം തന്നെ ചോദിക്കുകയാണ്. ചോദിക്കുന്നതിന് മുമ്പ് കരങ്ങളില്ല, കരങ്ങളാണ് ഇവർ ഛേദിക്കുന്നത്. കരങ്ങൾ ഛേദിച്ചു കഴിയുമ്പോൾ ഈ രൂപം തന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണ്? എന്റെ കരങ്ങൾ ഛേദിച്ച, എന്റെ കൈകൾ ഛേദിച്ച നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ഞാൻ ശ്രീരാമചന്ദ്രനാണ്, എന്റെ അനിയൻ ലക്ഷ്മണനാണ് ഇത് എന്ന് പറയും. അപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ എന്റെ ഭാര്യയെ കാണാതായി അന്വേഷിച്ചാണ് ഇവിടെ വന്നത് എന്ന് പറയുമ്പോൾ, എന്റെ കരങ്ങൾ ഛേദിച്ച് ഞാൻ സ്വതന്ത്രനായി, എനിക്ക് നല്ല രീതിയിലുള്ള ഒരു മരണം ഇതിനോട് കൂടി സാധിക്കും. പക്ഷേ അപ്പോൾ ചോദിക്കുന്നു, ഈ കബദ്ധൻ നിങ്ങൾ ആരാണ് എന്ന് ശ്രീരാമചന്ദ്രൻ ചോദിക്കുമ്പോൾ, ഞാൻ ഒരു ഗന്ധർവനായിരുന്നു, എനിക്കൊരു ശാപം കിട്ടി ഞാൻ ഈ രീതിയിലായി പോയതാണ്, നല്ല രീതിയിലുള്ള ഒരു ഗന്ധർവനായിരുന്നു, ഞാനിങ്ങനെ നടന്നപ്പോൾ എന്നെ ആരാണ് ശപിച്ചത്? ഭഗവാനെ
ദേവേന്ദ്രനാണ് എന്നെ ശപിച്ചത്. ഞാൻ ഇങ്ങനെ നടന്നപ്പോൾ എന്നെ ശപിച്ചു. അപ്പൊ ആ ശപിച്ചതിന് ശതമഖൻ എന്നാ പറയുന്നത്. ശതമഖൻ ശപിച്ചതിനാലാണ് ഞാൻ ഇതുപോലെ ഒരു അരൂപിയായി മാറിയത്. അതിനുശേഷം ഞാൻ അരൂപിയായി മാറിയതിന് ശേഷം ഞാൻ വീണ്ടും ഇതിൽ ഇങ്ങനെ നടന്നപ്പോൾ എന്നെ അഷ്ടാവക്രൻ എന്നൊരു മുനി, അഷ്ടാവക്രൻ എന്ന് പറഞ്ഞാൽ 8 വളവുള്ളവൻ എന്നാണ് പറയുന്നത്. 8 വളവുള്ള അഷ്ടാവക്രൻ എന്ന മുനി എന്റെ തലയും കാലും ഛേദിച്ചു. എന്റെ ആ ധാർഷ്ട്യത്തോടുള്ള നടപ്പ് കണ്ടതുകൊണ്ട് ആ ദേഷ്യത്തോടു കൂടി ആ ഒരു അഷ്ടാവക്രൻ എന്ന മുനി എന്നെ ശപിക്കുന്നു. ആ ശപിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തലയും കാലും ഒന്നുമില്ലാതെയായി മാറിപ്പോയത്. പക്ഷെ അന്ന് അഷ്ടാവക്രൻ തന്നെ എന്നോട് പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ ഇതിലെ വരും, ആ സമയത്ത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ശാപമോക്ഷം ലഭിക്കും എന്നും കൂടി പറഞ്ഞതിന് ശേഷമാണ് അഷ്ടാവക്രൻ എന്ന മുനി പോകുന്നത്. അങ്ങനെ ശ്രീരാമചന്ദ്രൻ വന്ന് കൈ ഛേദിച്ചതിനോട് ശേഷം അദ്ദേഹത്തിന് പൂർവജന്മം ഈ ഗന്ധർവനായി തന്നെ മാറുകയാണ്. അന്നേരം ചോദിക്കുന്നു, ശ്രീരാമചന്ദ്രൻ ചോദിച്ചു, എന്റെ ഭാര്യയെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരാമോ, എന്റെ ഭാര്യ വൃത്താന്തങ്ങൾ അറിയാൻ എനിക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനു മുമ്പ് കബന്ധൻ സ്തുതിക്കുന്നുണ്ട്, കബന്ധ സ്തുതിയുണ്ട്. കബന്ധൻ സ്തുതിക്കുന്നത് എങ്ങനെയാ, ഏതെല്ലാം രീതിയിൽ പറഞ്ഞാണ് കബന്ധൻ സ്തുതിക്കുന്നത്? എങ്ങനെയാണ് ഒരു വിരാട് പുരുഷൻ എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞാണ്. സമയം കുറവിനാൽ വിരാട് പുരുഷനെ കുറിച്ച് കൂടുതൽ പറയാൻ സാധിക്കുന്നില്ല. സുതലവും മഹീതലവും എല്ലാ കാര്യത്തെക്കുറിച്ചും കബന്ധൻ സൂചിപ്പിക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതുപോലെ തന്നെ കബന്ധൻ പറയുന്നുണ്ട്, പരമാത്മാവോ പരബ്രഹ്മം നിന്തിരുവടി പരമേശ്വരനായതറിഞ്ഞു വഴി പോലെ. അതായത് പരമേശ്വരനും ബ്രഹ്മാവും ഈ മഹേശ്വരനും നിന്തിരുവടിയും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് കബന്ധൻ ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട്, വിഷ്ണുവെന്നും ശിവനെന്നും ഭുവനത്തിൽ വിജ്ഞാനികൾ പറയുന്നത് അജ്ഞാനമാം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇതെല്ലാം ഒന്ന് തന്നെയാണെന്നാണ് കബന്ധൻ പറഞ്ഞു വെക്കുന്നത്. മൂഢന്മാർ ഭവതത്വം എങ്ങനെ അറിയുന്നു? മൂഢന്മാർക്ക് അതൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് കബന്ധൻ പറഞ്ഞ് ഇത് സ്തുതിക്കുന്നുണ്ട്. അതിനുശേഷം അപ്പൊ അന്നേരം കബന്ധൻ പറയുന്നുണ്ട്, ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പിലേക്ക് പോയാൽ പമ്പാതീരമുണ്ട്, അതിനപ്പുറത്തായിട്ട് മതങ്കാശ്രമം ഉണ്ട്. ഈ മതങ്കാശ്രമത്തിന്റെ മതത്തിന്റെ ഉത്തരഭാഗത്തിന്റെ മുകളിൽ വയസ്യ ഒരു ബ്രാഹ്മണി, ഒരു ബ്രഹ്മചാരി ഇരിക്കുന്നുണ്ട്, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ തപസ്സിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എവിടെയാണ്, ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റും എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് കബന്ധൻ മരിക്കുന്നത്. അതിനുശേഷം ഇവർ വീണ്ടും പോകുകയാണ്. ശബരിയാശ്രമം നോക്കി ശബരിയാശ്രമത്തിന്റെ തീരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നടന്നപ്പോൾ അവർക്ക് ശബരിയാശ്രമത്തിന്റെ തീരത്തെത്താൻ സാധിച്ചു. ഭഗവാന് അനുജനും വന്നതുകൊണ്ട് ശബരി വളരെ സന്തോഷത്തോടു കൂടി ഇവരെ ആനയിച്ചു. എല്ലാ രീതിയിലും അർഘ്യപാദ്യങ്ങളെല്ലാം ചെയ്ത് ഭോജനം കൊടുത്തു, ഫലമൂലങ്ങൾ സംഘടിപ്പിച്ച് ഭോജനം നൽകി. പിന്നെ ഭക്തിപൂർവ്വം തൊഴുതുകൊണ്ട് പറയുകയാണ്, ഞാൻ വളരെ ധന്യയായി. ശ്രീ രാമചന്ദ്രനെയും ശ്രീ ലക്ഷ്മണദേവനെയും കണ്ടതിനാൽ ഞാൻ വളരെ കൃതാർത്ഥയായി. പിന്നെ ഭക്തിപൂർവ്വം തൊഴുതുകൊണ്ട് പറയുന്നു, എന്നോട് ഗുരുഭൂതന്മാരായ മുനികളെ ഞാൻ പൂജിച്ച് ഇവിടെ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എന്റെ ഗുരുക്കന്മാരെ. അങ്ങനെ പൂജിച്ചു കഴിഞ്ഞപ്പോ ഈ ഗുരുക്കന്മാരങ്ങ് മരണമടഞ്ഞു. അവര് ബ്രഹ്മലോകം പോയി. അതിനുശേഷം അവര് തന്നെ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും ഖേദിക്കണ്ട, ഇനി ഇവിടെ തന്നെ നീ കഴിഞ്ഞാൽ മതി. സാക്ഷാൽ ശ്രീനാരായണനായ ശ്രീരാമചന്ദ്രൻ ഇവിടെ എഴുന്നള്ളും, അന്ന് നിനക്ക് ഇതിൽ നിന്നും മോക്ഷം കിട്ടും എന്ന രീതിയിൽ അവര് പറഞ്ഞുകൊണ്ടാണ് അവര് മരണമടയുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അവര് അനുഗ്രഹിച്ചു. അങ്ങനെ സത്യമായി ഇത് വന്നല്ലോ എന്ന് ശബരി
പ്രാർത്ഥിക്കുകയാണ്. ഞാൻ അന്ന് മുനിമാറി പറഞ്ഞ കാര്യം എനിക്ക് സത്യമായി വന്നല്ലോ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അത്രയും നാൾ അങ്ങയെ ഭജിച്ച് ഞാൻ ബ്രഹ്മലോകം പൂജിക്കുന്നതിന് വേണ്ടിയിട്ട്, ബ്രഹ്മലോകത്ത് എത്തുന്നതിന് വേണ്ടി അങ്ങയെ പൂജിച്ചുകൊണ്ട് ഞാൻ ഇവിടെ കഴിയുകയായിരുന്നു ഭഗവാനെ. അതിലിപ്പോൾ സാധിച്ചതിൽ ഞാൻ കൃതാർത്ഥയാണ്. എന്നാൽ ഹീനജാതിയിലുള്ള എനിക്ക് ഇത് സാധിച്ചത് പരമമായ ഭാഗ്യം എന്നാണ് പറയുന്നത്, ശബരി പറയുന്നത്. അതായത് മുനിമാരായ നല്ല ആഢ്യന്മാരായ മുനിമാരെ ഞാൻ സേവിച്ചു കഴിഞ്ഞത് കൊണ്ട് അവർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചല്ലോ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അന്നേരം ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, പുരുഷ സ്ത്രീ ജാതി നാമാശ്രമാദികളല്ല കാരണം മമ ഭജനത്തിന് ജഗത്രയെ, ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും, മുക്തി വന്നുവിടുവാനുമില്ല മറ്റേതും ഇല്ല മറ്റേതുമൊന്നും. അതായത് ഭക്തി മാത്രമാണ് എല്ലാത്തിനും കാരണം, അല്ലാതെ മറ്റൊന്നുമല്ല. ഇപ്പൊ ഏത് ആളുകളാണെങ്കിൽ പോലും നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിനക്കിത് സാധിച്ചത് എന്നിലുള്ള ഭക്തി കാരണമാണ്, അല്ലാതെ ഒരു ആഢ്യന്മാരായ അല്ലെങ്കിൽ നല്ല മുനിമാരെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അവരെക്കാളും ഭക്തി ഏറിയ നിനക്കിത് സാധിച്ചത് എന്നിലുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയുകയാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനെ പറഞ്ഞ് അപ്പൊ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ അപ്പൊ സമയക്കുറവിനാലാണ് വിട്ടു പറയുന്നത് കേട്ടോ. അങ്ങനെ പറഞ്ഞതിന് ശേഷം ശ്രീരാമചന്ദ്രൻ എഴുന്നള്ളിയതിന്റെ ആ കാരണം ചോദിക്കുകയാണ്. എനിക്ക് സീതാദേവിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഞങ്ങൾ തിരക്കി നടക്കുകയാണ് എന്ന് പറയുമ്പോൾ ശബരി പറയുകയാണ്, അങ്ങനെ പറഞ്ഞപ്പോൾ ശബരി പറയുകയാണ്, ഇവിടുന്ന് കുറച്ചുകൂടെ അങ്ങ് ചെല്ലുമ്പോൾ ഋഷ്യമുഖം എന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവരുമായിട്ട് അവിടെ ഉള്ള ആളുകൾ കുരങ്ങന്മാരെന്ന് എടുത്തു പറയുന്നില്ല, അവിടെയുള്ളവരുമായിട്ട് സഖ്യം ചേർന്ന് നിന്നു കഴിഞ്ഞാൽ കാര്യം സാധിക്കും എന്ന് പറഞ്ഞ് ശബരി അഗ്നിസാക്ഷിയായി അഗ്നിയിൽ ചാടി ദേഹത്യാഗം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ശബരി ദേഹത്യാഗം ചെയ്തതിന് ശേഷം ശ്രീരാമചന്ദ്രനും ലക്ഷ്മണനും വീണ്ടും പിന്നെയും നടന്നു പോവുകയാണ്, ഋഷ്യമുഖാചലം നോക്കി പോവുകയാണ്. അങ്ങനെ സീതാവിരഹമോർത്ത് കരഞ്ഞും പറഞ്ഞും അങ്ങനെ പോകുന്ന സമയത്ത് ഋഷ്യമുഖത്തിന്റെ അടുത്ത് ചെല്ലുന്നു. അങ്ങനെ അടുത്ത് ചെല്ലുന്ന താഴ്വര എത്തിയ സമയത്ത് അങ്ങൊന്ന് നോക്കി സുഗ്രീവദേവനും അതുപോലെ ഹനുമാനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരോ ഒരു വലിയ ആളുകൾ വരുന്നുണ്ട്, നല്ലവരാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. പക്ഷെ ഇനിയിപ്പോ ബാലിയുടെ കഥയും എല്ലാം പിന്നീട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ അതിവിടെ പറയുന്നില്ല. ബാലിയെ പേടിച്ചു വന്ന് ഇവിടെ താമസിക്കുന്ന ഋഷ്യമുഖാചലത്തിൽ താമസിക്കുന്ന സുഗ്രീവന് എന്റെ ശത്രുക്കളാണോ, ബാലി പറഞ്ഞു വിട്ട ആളുകളാണോ എന്ന സംശയത്തിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കിയപ്പോ ഹനുമാനോട് പറയുകയാണ്, നിങ്ങൾ ചെന്നൊന്ന് നോക്കുക, ഇതാരാണ്, നമ്മുടെ സതീർത്ഥരാണോ അതെയോ നമ്മുടെ എതിരാളികളാണോ, നമ്മളെ യുദ്ധം ചെയ്യാൻ വന്നവരാണോ എന്ന് ചെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ ഹനുമാൻ ഒരു ബ്രാഹ്മണ വേഷത്തിൽ ഇവരെ നോക്കാൻ പോവുകയാണ്. അതാരാണ് എന്ന് അറിയാൻ വേണ്ടി ചെല്ലുമ്പോൾ സുഗ്രീവൻ പറയുകയാണ്, ആരാണ് നിങ്ങൾ, അന്യ ആളുകളാണോ? സുഗ്രീവന്റെ ജ്യേഷ്ഠനെ ജ്യേഷ്ഠനായ ബാലിയുടെ സതീർത്ഥന്മാരാണോ, കൂട്ടുകാരാണോ, ഞങ്ങളെ കൊല്ലുവാൻ വന്നവരാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ ഇന്നയാളാണ്, ശ്രീരാമചന്ദ്രനാണ്, എന്റെ അനിയനാണ് ഇവിടെ, എനിക്ക് എന്റെ സീതാദേവിയെ നോക്കാൻ വന്നതാണ് എന്നെല്ലാം പറയുമ്പോൾ ഹനുമാൻ പറയുകയാണ്, ഞാൻ ഒരു ബ്രാഹ്മണനല്ല, ഞാനിങ്ങനെ ഹനുമാനാണ്, എന്റെ സുഗ്രീവദേവന്റെ മന്ത്രിയാണ് ഞാൻ, സുഗ്രീവൻ ഇന്ന സ്ഥലത്തുണ്ട്, അവിടെ പോയി അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം സാധിക്കും എന്ന് പറഞ്ഞ് സുഗ്രീവത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് വരെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി വരുന്നത് സുഗ്രീവനുമായിട്ടുള്ള സഖ്യമാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ശ്രീരാമദേവനെ അല്ലെങ്കിൽ ഭഗവാനെ, ശ്രീരാമൻ എന്ന് മാത്രം
പറയുന്നില്ല ഭഗവാനെ, അതിപ്പോ ആരായാലും ഏത് ദൈവമാണേലും നമ്മൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥനയോടുകൂടി മാത്രമേ നമുക്കെല്ലാം മുക്തി ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും ആരൊക്കെ എന്തൊക്കെയാണെങ്കിൽ പോലും മുക്തി ലഭിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി അടുത്ത ഇത് വരുന്നത് സുഗ്രീവ സൗഖ്യം, അതിനുശേഷം പിന്നെ മറ്റുള്ള രാവണ യുദ്ധത്തിനുള്ള സന്നാഹങ്ങളും എല്ലാം ആണ് വരാനുള്ളത്. ഇത്രയും ഇത്രയും നേരം എന്നെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചിരുന്ന ബഹുമാന്യരായ യോഗബന്ധുക്കൾക്കും അതോടൊപ്പം എന്നെ ക്ഷണിച്ച ഗിരിജാക്കയ്ക്കും അതുപോലെ സമിതി അംഗങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ ഭാഗം ഇവിടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരി ഓം. ഇന്നിവിടെ പാരായണം ചെയ്ത നമ്മുടെ വത്സല അക്ക, ശശികുമാരി അക്ക, അജിത് കുമാർ അണ്ണൻ, ശ്രീമാരാജ് അക്ക, ജയലക്ഷ്മി അക്ക, പിന്നെ സാരാംശം പറഞ്ഞ ബിനി അരവിന്ദക്ക, പിന്നണിയിലുണ്ടായിരുന്ന രമ അക്ക, ഗിരിജാറക്ക, ഇവരോടെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. പിന്നെ അതുകൂടാതെ നമ്മുടെ ഈ നാരായണീയ പാരായണം സന്തോഷപൂർവം കൃത്യനിഷ്ഠയോടുകൂടി ഈ കൃത്യം നിർവഹിക്കുന്ന ഗിരിജ രാജേന്ദ്രനക്ക, ഇതിന് നേതൃത്വം നൽകുന്ന ഗോവണ്ണൻ, സിന്ധു അക്ക, പിന്നെ ഇതിന്റെ സാങ്കേതിക വിദഗ്ധ, അതായത് ഒരു തടസ്സവും കൂടാതെ സാങ്കേതികമായി എല്ലാം കൈകാര്യം ചെയ്യുന്ന സുനൈന അക്ക, പിന്നെ ഇതിന് എനിക്ക് അവസരം തന്ന SPYSS, ഇവരോടെല്ലാവരോടും ഞാൻ സന്തോഷപൂർവ്വം നന്ദി പറയുന്നു, നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നിവിടെ ഈ പാരായണം ശ്രദ്ധാപൂർവം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കളോടും നന്ദി പറയുന്നു. നമുക്ക് നിവർന്നിരിക്കാം, ലോക കല്യാണ മന്ത്രം ജപിക്കാം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി.